തടിക്കഷ്ണമൊന്നുമല്ല, കോൺക്രീറ്റും ഓടുമാണ്. അതായത് രണ്ട് പാളികളായി അത് അകത്തേക്ക് കയറുമ്പോൾ ഇടത്തും വലത്തുമായി രണ്ട് വലിയ ജനലുകൾ പോലെയൊക്കെയുള്ള ഒരു സ്ഥലമാണോ? മുൻവശത്തൊരു വെളുത്ത പെയിന്റ് ഒക്കെ അടിച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു ഭാഗമാണോ? അതെ 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 അതെ, അതിന് മുൻവശത്ത് ഓടാണ്. അത് മുൻവശത്ത് ഈ ഹോട്ടലിന്റെ സൈഡിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള താഴെ അവന്റെ വീട് ഇരിക്കുന്നത് വീടും ഹോട്ടലും കൂടിയാണ്. മനസ്സിലായി സമീർ. നമ്മളിപ്പോൾ ആ ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കടയുടെ ചിത്രം നദിയോട് ചേർന്നാണ് ആ വീട്. അതൊരു തകരം മേഞ്ഞ, അതായത് ഷീറ്റ് ഇട്ട ഒരു മേൽക്കൂരയാണോ ഉള്ളത്? അപ്പോൾ ലക്ഷ്മണന്റെ കടയാണ്, ലക്ഷ്മണന്റെ ചായക്കടയാണ് നമ്മൾ കാണുന്നത്. ഈ ലക്ഷ്മണന്റെ ചായക്കടയുടെ നേരെ എതിർവശത്ത് ഒരു 100 മീറ്റർ മാറിയാണ് നമ്മൾ വാഹനം ഇടുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ആ പൊസിഷൻ ഒന്ന് കാണുന്നു. ലക്ഷ്മണന്റെ കടന്റെ മുൻവശത്ത് തന്നെ. അവിടെ സ്ഥലമുള്ള എല്ലാ സ്ഥലത്തും വാഹനങ്ങൾ സൈഡാക്കാറുണ്ട്. ഈ ഭാഗത്തുനിന്ന്, കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്നവര്, നേരെ റിട്ടേൺ വരുന്നവര് ആ കടന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ തന്നെ ഒരു വണ്ടി കഷ്ടിച്ച് ഒരു വണ്ടിക്ക് പാർക്ക് ചെയ്യാവുന്ന സ്ഥലമുണ്ട്. ഒരു വണ്ടിയല്ല, ഒരു വാഹനത്തിൽ നിർത്താവുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു 5-6 വണ്ടികൾ സൈഡാക്കി. സാധാരണഗതിയിൽ ആ ഭാഗത്തുനിന്ന് പോകുന്ന മംഗലാപുരത്ത് നിന്ന് ഗ്യാസും കൊണ്ട് പോകുന്ന ടാങ്കറുകാർ സ്ഥിരമായി തത്ര സ്ഥലമാണത്. ഞങ്ങളും കേരളത്തിൽ നിന്ന് പോകുന്നവരെല്ലാവരും കുളിക്കാനും ഭക്ഷണത്തിനും എല്ലാത്തിനും കുടിവെള്ളത്തിനൊക്കെ ആശ്രയിക്കുന്ന ഒരു കടയാണ്. നമ്മളിപ്പോൾ ആ കടയും ഒപ്പം തന്നെ മറുഭാഗവും നേരത്തെയുള്ള ദൃശ്യങ്ങൾ ഗൂഗിൾ ഇമേജ് എടുത്തിരിക്കുകയാണ് സമീർ. അതിൽ ലക്ഷ്മണന്റെ കടയുടെ നേരെ എതിർവശത്ത് ഈ കുന്ന് ഇടിച്ചതിന്റെ, അതായത് ഈ കുന്ന് വെട്ടി മണ്ണെടുത്തതിന്റെ ഭാഗങ്ങളാണ് പഴയ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നേരെ എതിർവശത്താണോ വണ്ടി നിർത്തിയത് അന്നത്തെ ദിവസം? അതെ, ആ വീഡിയോയിൽ കണ്ടില്ലേ, കുറച്ച് ടാങ്കറുകൾ നിർത്തുന്നത് കണ്ടില്ലേ? ടാങ്കർ, ഗ്യാസ് ടാങ്കർ നിർത്തിയില്ല. അതേ പൊസിഷനിലായിരിക്കും അവന്റെ വണ്ടി ഉണ്ടാവുക. അവിടെ അത് സൈഡാക്കാൻ സൗകര്യമുള്ളൂ. അവിടേക്ക് ഇപ്പോഴും രക്ഷാപ്രവർത്തകർ എത്തിയില്ല എന്നുള്ളതാണ്. റോഡിൽ നിന്ന് അത്രത്തോളം മാറിയിട്ടാണ് ആ സ്ഥലമുള്ളത്. ഇപ്പോ നിങ്ങൾ രക്ഷാപ്രവർത്തകർ അവിടെ എത്താൻ ഇനിയും അവിടുന്ന് മണ്ണ് മാറ്റണമെന്നുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇടത്തു നിന്ന് വീണ്ടും മുന്നോട്ടേക്ക് വരേണ്ടതുണ്ട്. കുറച്ചുകൂടി മലന്റെ ഉൾഭാഗത്തേക്ക് ഇനിയും വരാനുണ്ട്. നമ്മളിപ്പോൾ ഭാരത് ബെൻസിന്റെ തന്നെ ഒരു വാഹനം അവിടെ നിർത്തിയിട്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ, പഴയ ദൃശ്യങ്ങളാണ്. അത് നമുക്ക് ഈ ഗൂഗിൾ ഇമേജിൽ കാണാം. ആ ഭാഗത്ത്, അതായത് അതേപോലെ തന്നെ 2-3 വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഈ കടയുടെ ഏകദേശം മറുഭാഗത്താണത്. അതേപോലെ തന്നെയാണ് അവന്റെ വണ്ടിയും ഉണ്ടാവാൻ സാധ്യത. അർജുനൻ സഞ്ചരിച്ച വാഹനവും ആ സൈഡിൽ തന്നെ ഉണ്ടാവാനാ സാധ്യത. അവിടെ നിർത്താൻ, അവിടെ കിടക്കുകയാണെങ്കിൽ അവിടെ നിർത്താൻ സാധ്യതയുള്ളൂ. വേറെ എവിടേക്കും പോകാൻ സാധ്യതയില്ല. അവിടുന്ന് മണ്ണിടിഞ്ഞാലും ആ വണ്ടി നീങ്ങിപ്പോരാനും മറിഞ്ഞു പോരാനൊന്നും സാധ്യത വളരെ കുറവാണ്. നേരെ അവന്റെ വണ്ടിന്റെ മുകളിലേക്ക് വരിക. അവന്റെ വണ്ടിനെ തട്ടിത്തെറിപ്പിക്കാനുള്ള ചാൻസ് ഇല്ല. മണ്ണിടിക്കുകയാണെങ്കിൽ അവന്റെ വണ്ടിന്റെ മുകളിലേക്ക് വന്ന് ബാക്കിയുള്ളതാണ് മറ്റുള്ള സ്ഥലത്തേക്ക് പോയത്. അപ്പോൾ അവൻ കടയിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അന്ന് ദിവസം